ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 സ്പൂൺ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ പരിപ്പ്, പിന്നെ കാഷ്യൂ നട്ട്സ് കുറച്ച് എടുത്തിട്ടുണ്ട്, നിലക്കടല എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പോരാത്തതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ്. ഒരു 4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ചെയ്യാം. ഞാനൊരു ബേസിക് കണക്കാണ് പറയുന്നത്. 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളത് 1 സവാള ചെറുതായി നുറുക്കി അരിഞ്ഞതാണ്, മല്ലിയില, 1 പച്ചമുളക്. പച്ചമുളകൊക്കെ ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. വേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസാണ്. ഇവിടെ ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി നന്നായിട്ട് വേവിച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചേക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഗ്രേവി തയ്യാറാക്കുമ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മതി. ഉപ്പിട്ട് വേവിച്ച പച്ചരി ചോറാണ് ഇത്. ഇത് കൂടാതെ ഇതിലേക്ക് മുളക് പൊടി ആവശ്യമുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യമായിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും എണ്ണയും മാത്രമാണ് വേണ്ടത്. ഒട്ടും സമയം കളയാതെ നമുക്ക് തക്കാളി ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ഒരു ഐറ്റമായിട്ട് കൊടുത്തുവിടാനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ബാക്കി വന്ന ചോറ് കൊണ്ടും ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ 5 ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട്. തുവരപ്പരിപ്പിന് പകരം കടലപ്പരിപ്പ് യൂസ് ചെയ്താലും മതി, ഏതായാലും കുഴപ്പമില്ല. കടലപ്പരിപ്പാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും നമുക്ക്. ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഇതൊക്കെ റോസ്റ്റായിട്ട് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഏകദേശം റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും കൂടി ചേർക്കാം. ഞാനിവിടെ 1 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. സവാള അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് സ്മാഷ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. അടച്ച് വേവിച്ചാലും മതി. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇത് കുറച്ചു നേരം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളി ചൂസ് ചെയ്യുമ്പം കുറച്ച് പഴുത്ത തക്കാളി വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് വേഗം വെന്ത് ഒടയില്ല. അപ്പം കുറച്ചധികം പഴുത്ത തക്കാളി വേണം ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുമ്പോൾ സെലക്ട് ചെയ്യാനായിട്ട്. അല്പം ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് നമുക്കിനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഓപ്ഷനിലാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും ചിലപ്പോൾ.
അതുകൊണ്ട് ശ്രദ്ധിച്ച് ലോ ഫ്ലെയിമിലിട്ട് മാത്രം ചെയ്യാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റണം, അല്ലെങ്കിൽ അതൊരു കുത്തുന്ന സ്മെല്ലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ പാത്രം കുറച്ച് ഉള്ളു കുറഞ്ഞ പാത്രമാണ് ഞാനിത് ഗ്രേവി തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില കൂടിയിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ഐറ്റമായിട്ട് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ടേസ്റ്റി ഐറ്റമാണിത്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഒരു സർവിങ് ഡിഷിലേക്ക് നമുക്കിത് മാറ്റാം.